വിഷം ചേർക്കാത്ത സാധനങ്ങൾ കിട്ടില്ല ഇവിടെ. ഇംഗ്ലീഷ് വെള്ളം ചേർക്കാത്ത സാധനങ്ങൾ കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് വേറൊരു സ്ഥലത്ത് കിട്ടുന്നതിനേക്കാളും നമുക്ക് നല്ലൊരു വില കിട്ടുന്ന ഒരു ചന്തയാണ്. നമുക്ക് കൃഷിയോട് ഇൻട്രസ്റ്റ് വരും എങ്ങനെ ചെയ്യാൻ. നമുക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടുമ്പോഴല്ല നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യം വരും. ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാറുണ്ട്. അതല്ലാതും നല്ല രീതിയിൽ ചെലവായി പോകുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ വീക്ക്ലി മാർക്കറ്റ് തുടങ്ങിയത് തൊട്ട് റെഗുലറായിട്ട് വരുന്ന ഒരു കസ്റ്റമറാണ്. നമ്മുടെ ക്വാളിറ്റിയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. തൃശൂർ ചെമ്പുക്കാവ് കൃഷിഭവനിൽ പ്രവർത്തിക്കുന്ന ആഴ്ച ചന്തയിലെ വിശേഷങ്ങളാണ് ഇന്ന് ഇന്ത്യൻ വാർത്ത കൃഷിയിടത്തിൽ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കർഷകർ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച ഗുണമേന്മയുള്ള പച്ചക്കറികൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു യൂണിറ്റ്. എല്ലാ ചൊവ്വയും വെള്ളിയുമാണ് രാവിലെ 8:30 മുതൽ ഇവിടുത്തെ പ്രവർത്തനം. കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു എന്നതിനൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പച്ചക്കറികൾ, ഗുണമേന്മയുള്ള പച്ചക്കറികൾ വിശ്വസിച്ച് വാങ്ങാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കൃഷിഭവന്റെ 6 വർഷമായിട്ട് നടന്നു വരുന്ന ഒരു കർഷക ചന്തയാണത്. 2020 ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലും കൃഷിഭവന്റെ മുമ്പിലും കർഷകരുടെ ചന്ത തുടങ്ങണമെന്നൊരു ഓർഡർ വന്നു. അങ്ങനെ തൃശ്ശൂർ കൃഷിഭവന്റെ തൃശ്ശൂർ കൃഷി ഓഫീസറും ഇവിടുത്തെ കുറച്ച് കർഷകരും കൂടിയിട്ട് തുടങ്ങിയ ഒരു കൃഷിക്കൂട്ടാണ് ഇവിടെ ഇപ്പോൾ 6 വർഷമായിട്ട് നടന്നു വരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ കൃഷിഭവനിലെ കർഷകർ കുറവായതുകൊണ്ട് ഇവിടെയുള്ള കർഷകരെ കൂടാതെ മറ്റുള്ള കൃഷിഭവനിൽ നിന്നുള്ള പച്ചക്കറിയും ഇവിടെ കൊണ്ട് മറ്റുള്ള കൃഷി ഓഫീസർ കൃഷി ഏരിയയിൽ നിന്ന് വരുന്നത് അതായത് കൃഷി ഓഫീസർ ഇവിടെ സർട്ടിഫൈ ചെയ്ത് നമുക്കൊരു ലെറ്റർ തരണം, ഇന്നെ പച്ചക്കറി അവർ കൃഷി ചെയ്യുന്നത്. അങ്ങനെ തൃശ്ശൂരിൻ്റെ ചുറ്റുവട്ടത്തുള്ള കൃഷിഭവനിലെ പച്ചക്കറിയും കൂടിയായിട്ടാണ് ഈ മാർക്കറ്റ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം നമുക്ക് 2500 രൂപയായിരുന്നു കച്ചവടം ഉണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 70,000 1,00,000 ഇടയിൽ സീസണലും ഫ്രൂട്ട്സൊക്കെ അനുസരിച്ച് ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ എന്ത് പച്ചക്കറി കൊണ്ടുവന്നാലും 5 രൂപ നമ്മളിവിടെ കിലോന് ലാഭം എടുക്കും. ഇവിടുത്തെ നടത്തിപ്പിനായിട്ട് 5-6 പേരുണ്ട്. ബാക്കി കാശ് കിട്ടുന്ന കാശ് മുഴുവൻ കർഷകന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് തൃശ്ശൂരിലെ റീറ്റെയിൽ റേറ്റ് അത്രയും ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ പറ്റില്ല, റീറ്റെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കർഷകർക്ക് വളരെ സന്തോഷമാണ്. ഫ്രഷായിട്ടുള്ള പച്ചക്കറി ഇങ്ങനെ കിട്ടാൻ വേറൊരു വഴിയില്ല. കാലത്ത് കുറച്ച് പച്ചക്കറി അതാത് ദിവസം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫ്രഷായിട്ടുള്ള പച്ചക്കറി കൊണ്ട് നമ്മുടെ കൂടെ ഇവിടെ കർഷകരെ സഹായിക്കാൻ വരുന്നതിലും വളരെ സന്തോഷത്തോടുകൂടി പച്ചക്കറി ക്യൂ നിന്നിട്ടൊക്കെയാണ് വന്ന് മേടിച്ചിട്ട് പോകുന്നത്. നല്ല തിരക്കാണ്. അപ്പോൾ പച്ചക്കറി ബാക്കി വന്നാൽ കർഷകരെന്നെ തിരിച്ചുകൊണ്ട് പോകണം. നമുക്ക് ഒരു ദിവസം ആഴ്ചയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള 2-3 ദിവസമേ കച്ചവടമുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇത് സർവൈവ് ചെയ്ത് പോകുന്നത് എന്നും എനിക്ക് തോന്നുന്നു. കാരണം ലാഭനഷ്ടങ്ങളുടെ ഒരു കച്ചവടം ഇവിടെ ഇല്ല. ഇവിടെ നടത്താനുള്ളൊരു സഹായധനം മാത്രം വാങ്ങാൻ കിട്ടുന്ന കാശ് പൂർണ്ണമായും കർഷകന് കൊടുക്കാം. അങ്ങനെ ഇത് വിജയകരമായിട്ട് ഞങ്ങൾ 6 വർഷം തന്നെയായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ചൊവ്വയും വെള്ളിയും ഇവിടെ നടക്കുന്ന ഈ മാർക്കറ്റിൽ ഒരു ഉത്സാഹവും കുറയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ പിന്നിൽ നിന്ന് കഠിന പ്രയത്നം ചെയ്യുന്ന ഇതിൻ്റെ ഭാരവാഹികൾ തന്നെയാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു വിജയം. ഇവിടെ വരുന്ന കൺസ്യൂമേഴ്സും അവരോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ഫാമേഴ്സിന് ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ് ടു ദം. കാരണം ഇവിടെ ഈ മാർക്കറ്റ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ആ കർഷകർ തന്നെയാണ് അവരുടെ നല്ല ഉൽപ്പന്നങ്ങൾ, അതും അതിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു എലൈറ്റ് കൺസ്യൂമേഴ്സ് ഇവിടെ വരില്ല. ഇവിടെ വരുന്ന കൺസ്യൂമേഴ്സിനെ കണ്ടാലറിയാം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടണം. നല്ല ചന്തയിൽ പോയ ശക്തൻ മാർക്കറ്റ് ഉണ്ട് നമുക്കിവിടെ. ശക്തൻ മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങളില്ല. പക്ഷെ എന്നിട്ടും അവരിവിടെ വന്ന് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ പ്രൊഡ്യൂസിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം. അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ മാർക്കറ്റ് വിജയകരമായി പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന ആ ഫാമേഴ്സിന് എല്ലാവിധ ആശംസകളും. മികച്ച വില നൽകിയിട്ടാണ് കർഷകരെ നമ്മളിത് പ്രൊക്യൂർമെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും പബ്ലിക്കിന് അത് നല്ല പച്ചക്കറി ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സേഫ് ടു ഈറ്റ് എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. വളരെ വണ്ടി ഇടാനും ഇവിടെ വന്ന ആൾക്കാർ പോകാനും ആൾക്കാർ ഇഷ്ടംപോലെ മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ വരി നിന്നിട്ട് ആൾക്കാർ മേടിച്ച് പോണത്.
അവർക്ക് വരി കാണുമ്പോൾ കുറച്ച് ആൾക്കാർ പിന്നോട്ട് നിന്ന് പോകുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇവിടെ ഒരു വലിയൊരു കൂട്ടായ്മ രീതിയിലാണ് ഇത് പോകുന്നത്. ഒരു ഒത്തൊരുമയോടുകൂടി പോണതാണ്. നല്ല രീതിയിൽ പോകേണ്ടത്. ജനങ്ങൾ വളരെ സപ്പോർട്ടാണ്. ഇവിടെ ചൊവ്വയും വെള്ളിയാണ് നമ്മൾ നടത്തുന്നത്. കാലത്ത് ഒരു 8:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴേക്കും ഒരുവിധം പച്ചക്കറികൾ തീരും. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെയാണ് വാങ്ങാറ്. നല്ല ഫ്രഷ് നല്ല നാടൻ പച്ചക്കറികൾ തന്നെയാണ് കിട്ടുന്നത്. കൃഷി ഗാഗ് ഫ്രൂട്ട് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് കുറേശ്ശുണ്ട്. ഇവിടെ സെയിൽ ചെയ്യാറ്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. വില താരതമ്യം നോക്കുമ്പോൾ കുഴപ്പമില്ല. റേറ്റ് കൃഷിക്കാർക്കും കുഴപ്പമില്ല. അത്യാവശ്യം വില കിട്ടും ചെയ്യും. എൻ്റെ പേര് ജീവ്. ഞാൻ MSc ബോട്ടണി പഠിക്കുന്നു. ഇതിനൊപ്പം തന്നെ ഒരു പോക്കറ്റ് മണി കിട്ടാൻ വേണ്ടി കുറേ സാധനങ്ങളോട് കൊണ്ടുവരുന്നുണ്ട്. വളരെ സപ്പോർട്ടീവാണ്. കർഷകർക്ക് മികച്ചൊരു വില കിട്ടുന്ന ഒരു ചന്തയാണിത്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കണ്ടാക്കുന്നത് മെമ്പർമാരും ഇവിടെയുള്ള കർഷകരും നല്ല രീതിയിലുള്ള പെരുമാറ്റവും അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയ്ക്കും കൊല്ലം ഇവിടെ തുടരണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള അവരുടെ സഹകരണം എല്ലാം കൂടിയാണ് ഇത്ര വരെ എത്തിച്ചത്.